എല്ലാവരോടും ഇടയൻ എന്നുള്ള നിലയിൽ പ്രത്യേകമായ സന്തോഷവും നന്ദിയും അറിയിക്കട്ടെ. നിങ്ങൾ കണ്ടു കാണും, ഈ റാലിയുടെ ആദ്യ ഭാഗം ഈ ഗ്രൗണ്ടിലേക്ക് പ്രവേശിച്ചപ്പോഴും ഇതിൻ്റെ അവസാന ഭാഗം ഇവിടെ നിന്ന് ഇറങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ. അവർ ഇനിയും മടങ്ങി വരേണ്ടതായിട്ടുണ്ട്. അത്രമാത്രം ഈ ജനപങ്കാളിത്തം, അതിലുള്ള വൈവിധ്യങ്ങളായ നിശ്ചല ദൃശ്യങ്ങൾ, ഉപകരണങ്ങൾ, വാദ്യങ്ങൾ, ജനങ്ങളുടെ പ്രാർത്ഥന, വിശ്വാസ പ്രകടനങ്ങൾ, ഇതൊക്കെ ചേർന്ന് നാം ഇന്ന് അഭിമാനത്തോടെ ഇവിടെ നിന്നും നമ്മുടെ ഇടവകകളിലേക്ക്, ഭവനങ്ങളിലേക്ക് പോകുമ്പോൾ തീർച്ചയായും വീണ്ടും നമുക്ക് നമ്മുടെ ഉള്ളിൽ കുറിക്കാം, നാം നസ്രായൻ്റെ മക്കളാണ്, നാം മാർത്തോമാ പൈതൃകം പേർന്ന നസ്രാണി കുടുംബത്തിലെ അംഗങ്ങളാണ്, നാം തുമ്പമൺ ഭദ്രാസനത്തിൻ്റെ മക്കളാണ്, നാം ഒന്നാണ് എന്ന് വീണ്ടും നമ്മുടെ ഹൃദയങ്ങളിൽ നമുക്ക് കുറിക്കാം. അദ്ദേഹം എന്നോട് ചോദിച്ചു, എത്ര സമയം പ്രസംഗിക്കണമെന്ന്. സാറേ, ഞങ്ങളുടെ റാലിയുടെ അവസാന ഭാഗം ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ അവിടെ ആയിട്ടേ ഉള്ളൂ. അവരിവിടെ തിരിച്ചു വരുന്നിടം വരെ പ്രസംഗിച്ചാലും ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. വളരെ സ്നേഹത്തോടെ, സന്തോഷത്തോടെ സാറിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കും. റാലിയുടെ ഒരറ്റം മാത്രമേ ഇവിടെ എത്തിയിട്ടുള്ളൂ. ആയിരക്കണക്കിന് സഹോദരന്മാർ ഈ സമ്മേളന സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ ഇരിക്കുന്നേയുള്ളൂ. എന്നിട്ടും ബഹളങ്ങളില്ല, ശബ്ദഘോഷങ്ങളില്ല, തിക്കും തിരക്കുമില്ല, ആരെയും ആക്ഷേപിക്കുന്ന മുദ്രാവാക്യങ്ങളില്ല. ശക്തി എന്ന് ബഹുമാനപ്പെട്ട ആദരണീയനായ മെത്രാപ്പോലീത്ത പറഞ്ഞു. പക്ഷേ അവരവരുടെ ശക്തി കാണിക്കുന്നത് മറ്റുള്ളവരുടെ നെഞ്ചത്ത് കയറിക്കൊണ്ടല്ല എന്ന് തെളിയിക്കുന്ന ഒരു മഹാസംഭവമാണ് നിങ്ങളിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്.